മിഷ്യത്തിനകത്ത് തുണിയെല്ലാം ഇട്ട് ഇനി നമുക്കിതിൽ ലിക്വിഡ് ഇട്ട് കൊടുത്തിട്ട് മിഷ്യൻ നമുക്ക് ഓൺ ചെയ്യാവേ. ഞങ്ങൾ സോപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അഴുക്ക് പോകത്തില്ല. അപ്പം അതുകൊണ്ട് സോപ്പ് പൊടിയാണ് ഞാനിടുന്നത്. അടച്ചു, സ്വിച്ച് ഓണാക്കി. ഞാനിവിടെ ഫങ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യണത്. അപ്പം ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാവേ. എന്താ കിച്ചൺ ആകെ അലങ്കോലപ്പെട്ട് കിടക്കും കേട്ടോ. ഞാനിതിൽ രാവിലെ ഒരുവിധം എല്ലാ പണികളും തീർത്ത് വെച്ചതായിരുന്നു. എല്ലാ പാത്രവും ഞാൻ കഴുകിയതായിരുന്നു കേട്ടോ. ഇതാ ചായ കൂടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും മൊത്തം പാത്രങ്ങളായിട്ടുണ്ട്. 2 മുട്ട പുഴുങ്ങി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ഇത് കിച്ചണിലെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് കാണിക്കാവേ. ഇതാ എൻ്റെ അടുക്കളയെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റ് അങ്ങ് കഴിയട്ടെ. അന്നേരത്തേനും കാണാം നമ്മുടെ അടുക്കളയുടെ കോലം. പിള്ളേർ ഉള്ളിടത്ത് ഇങ്ങനെയാണല്ലോ, നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല. അതാ അത് ഞാൻ ചവിട്ടി തൂക്കണ തുണിയാണേ. ഇനി നേതാ ഹാളെല്ലാം ഇനി വൃത്തിയാക്കാനുണ്ട് കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ വരുന്നുണ്ട്. അപ്പോൾ ദേ ആദികുഞ്ഞിൻ്റെ തുണി ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ മുറ്റത്ത് അഴ കെട്ടി തുണി വിരിച്ചിട്ടതാണേ. അപ്പോൾ ഇതാ പോകുന്നു ഒരു ചൊറിയൻ പുഴു. ദേ അപ്പം ഞാൻ തുണിയൊക്കെ വാരിപ്പറക്കി എടുക്കട്ടെ കേട്ടോ. ആദികുഞ്ഞിൻ്റെ അങ്ങനെ തുണിയെല്ലാം വാരിപ്പറക്കി എടുത്തുകൊണ്ട് കുഞ്ഞോൻ പോയി കേട്ടോ. അപ്പോൾ നമുക്ക് മുമ്പിൽ പോകാതെ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചീരയുടെ വീഡിയോ ചെയ്തില്ലായിരുന്നു. അതാ കുറച്ച് കൂമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നുള്ളി എടുക്കട്ടെ. അതൊക്കെ നുള്ളി എടുത്താലാട്ടോ അപ്പോൾ വേറെ കൂമ്പുകൾ വരുള്ളൂ. തോരൻ വയ്ക്കാനാണ്. അപ്പോൾ അത് ഒത്തിരി മിറ്റം ഉണ്ടാകത്തൊന്നുമില്ല. ഒരു വാളായിരിക്കും തോരൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ വേറെ കളറിലെ ബോൾസിൻ്റെ പൂ ഉണ്ടായിക്കണുണ്ടോ. അപ്പോൾ ദേ ഒരു വാളാട്ട കിട്ടുള്ളൂ. ഒരു ഇച്ചിരി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു മുട്ടയും പൊട്ടിച്ചിട്ട് ഒരു ഇച്ചിരി തേങ്ങയും കൂടെ ചിരണ്ടിയിട്ട് നമുക്ക് ഉച്ചക്കത്തേനുള്ള ഒരു ചെറിയൊരു തോരനാക്കാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോകളൊക്കെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ടാറ്റാ, സീ ബൈ.